ഈ ഒരൊറ്റ ഐറ്റം മതി. വെണ്ടയ്ക്ക കൊണ്ട് ഇതിലും സിമ്പിളായിട്ടുള്ള റെസിപ്പി ഇനി വേറെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിണ്ടി മസാല ഉണ്ടാക്കിയാലോ. വെണ്ടയ്ക്ക് ഞാനിവിടെ അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മുളക് പൊടിയും ചേർത്ത് കുറച്ച് നേരം മസാല ചെയ്ത് വെക്കാം. ഇനി മസാല തേച്ച് വെച്ച വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു പാനിൽ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് മസാല ചെയ്ത് വെച്ച വെണ്ടയ്ക്കൊക്കെ അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് സമയം കളയണ്ട, നമുക്ക് അതിനുള്ള മസാല തയ്യാറാക്കാം. അപ്പോൾ ഒരു പാനിൽ ആവശ്യത്തിനായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് കടുകും നല്ല ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഫ്രൈ ആയ വെണ്ടയ്ക്കൊക്കെ കോരി മാറ്റി വെക്കാം. ഇനി സവാളയിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്ത് വെക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തൈരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മസാലയൊക്കെ നന്നായി മിക്സ് ആയതിനു ശേഷം കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മസാല നന്നായി പിടിക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നല്ല അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബിണ്ടി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പികൾക്ക് ഡു സബ്സ്ക്രൈബ്.